മട്ടൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മട്ടൻ മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് മട്ടൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ കഴുകി വൃത്തിയാക്കിയ മട്ടൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ അരച്ചത്, ഇഞ്ചി അരച്ചതാണ്, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 സവാള കട്ടി കുറഞ്ഞ് അരിഞ്ഞതാണ്. അപ്പോൾ സവാളയാണ് ഇതിൽ അധികം നമ്മൾ ചേർക്കേണ്ടത്. 1 കിലോ ഇറച്ചിക്ക് ഒരു 400 ഗ്രാം സവാള നമ്മൾ ചേർക്കണം. ഒരു 3 തക്കാളി ചെറുതായി എരിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 2 വലിയ ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ഇതിന് എരിവ് കുറവാണ്, നല്ല കളർ കിട്ടുകയും ചെയ്യും. ഇനി എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ മസാലപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ എപ്പോഴും ഇറച്ചിയുടെ ഉപ്പ് പാകത്തിനാണോ നോക്കണം. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഈ ഒരു കറിയിൽ മല്ലിയില കുറച്ചധികം ചേർക്കുന്നുണ്ട്. കാരണം ആദ്യം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും ചേർക്കും, പിന്നെ ലാസ്റ്റ് കറി ആയി കഴിയുമ്പോഴും കുറച്ച് ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി ഇറച്ചിയോട് മിക്സ് ചെയ്യണം. നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത് കുക്കറിലേക്ക് ഇട്ട് എല്ലാം കൂടെ അതിലിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണല്ലോ ഇടാറ്. ഇപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഈ ബേ ലീവ്സ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ വഴണയിലാണത്, 2 ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടക്കാം. കുക്കർ അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. 4 വിസിലിന് ശേഷം ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വെന്ത് കാണും. നമുക്കിത് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പീസ് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ കുറച്ച് കറിയായിട്ട് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു സോസ് പാൻ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനോട് ഒരല്പം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വറ്റി വരും, ഒരുവിധം വറ്റി വരും. കറി കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ തീ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു മസാല പാകത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുന്നത്. ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ ഒരു കറി കഴിക്കാൻ. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ളൊരു മസാല ആയിട്ടുണ്ടാവും. വേണ്ട, അപ്പോൾ നമുക്ക് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു വാഴയിലയാണ് എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് സെർവ് ചെയ്യുന്നത്. ചൂടുള്ള കറി വാഴയിലയിൽ വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ആ കറിക്ക്. ഈ കറി നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നെയ്ച്ചോറ്, അതുപോലെ തന്നെ അപ്പം, പത്തിരി, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് സൂട്ടാവുന്നൊരു കറിയാണിത്. വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.